നാളെ ഗൈസ് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ പോലെ അത്ര ഒരുപാട് ടീച്ചേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ളതാ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഡിന്നർ പാർട്ടി എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടീനെ കുട്ടി എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എനിക്ക് ക്ഷീണിച്ചിട്ട് ഞാൻ പോയി കിടക്കുമ്പോൾ അവൾ പിന്നാലെ വന്ന് അമ്മ നാണ ഇവിടെ ഉണ്ട്, നാണ ഇവിടുന്ന് എഴുതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എന്തൊക്കെയോ എഴുതി കളയടിക്കുക ചെയ്തു എൻ്റെ അടുത്ത്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നിപ്പോൾ നേരെ ബാങ്കിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ പോയിരുന്നു, പക്ഷേ അത് കാര്യം സക്സസ് ആയില്ല, ഫെയിലായി. കാരണം ഞാൻ 2-3 ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് പ്യൂർലി നമ്മൾ സേവിങ്സ് പോലെ അത് എടുക്കത്തില്ല, ഒരു എമർജൻസി ഫണ്ട് പോലെ മാനേജ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. എന്തിനാണ് അങ്ങനെ ഒരു അക്കൗണ്ട് ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു അത്യാവശ്യം, ഒരു ആപത്ത് വരികയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്നുള്ളതാണ്. എമർജൻസി ഫണ്ട് നിങ്ങൾക്കറിയാലോ. അതുപോലെ മാനേജ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കാർഡുകളോ ഓൺലൈൻ ട്രാൻസാക്ഷൻസോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ക്ലീൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. പേപ്പർ ട്രാൻസാക്ഷൻ അക്കൗണ്ടാണ്. പേപ്പർ എഴുതി കൊടുത്താൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ. അതിന് ബാങ്കിൽ പോകണം. അങ്ങനെ കുറേ കാലമായിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ എടുക്കലില്ല, ഇടൽ മാത്രമേ ഉള്ളൂ പൈസ. അപ്പോൾ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്. ചെക്ക് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി, എക്സ്പയർ ആയി. എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞ് പുതിയ ചെക്കുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ചെക്ക് വർക്കാവില്ല. അപ്പോൾ എന്ത് ചെയ്തു? ATM-നൊന്നും ഇതുവരെ നമ്മൾ എഴുതി കൊടുത്തിട്ടുമില്ല, അല്ലെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുമില്ല, യൂസ് ചെയ്യുന്നുമില്ല. എഗെയിൻ എഴുതി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അപ്ലൈയിൽ നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റുള്ളൂ പെട്ടെന്നൊരു ആവശ്യത്തിന്. ചെക്കൊക്കെ ആയി വരുമ്പോഴേക്കൊക്കെ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ നമ്മുടെ 3ാമത്തെ അക്കൗണ്ടിലേക്ക് ഇനിയും പോവുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് കുറച്ച് എന്തെങ്കിലും ഫണ്ട് എടുത്താലേ നടക്കുള്ളൂ. നമ്മുടെ എമർജൻസി ഫണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് അത്യാവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററൊക്കെ അടിച്ചു പോയല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഒന്ന് എടുത്തേക്കാം എന്ന് കരുതിയിട്ടായിരുന്നു ആ എമർജൻസി ഫണ്ട്. 11:15 വീട്ടിൽ തിരിച്ചെത്തി. ബാങ്കിലൊക്കെ പോയിട്ട് ഇനി നേരെ വർക്കിലേക്ക് തിരിയട്ടെ. കുറച്ച് നേരം ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ നേരമായി, ലഞ്ചിൻ്റെ ടൈമായി. ദോശ ഉണ്ടാക്കണം. ഉപ്പേരി പിന്നെ ഉണ്ടാക്കിയിട്ടാണ് കയറി പോകുന്നത്. ദോശപ്പണി നടക്കുകയാണ്. ഇന്നിപ്പോൾ വൈഫ് തിരിച്ചു വരുന്ന ദിവസമാണ്. നേരെ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് മിനിഞ്ഞാന്ന് പോയതാണ് കുട്ടിയുടെ പിന്നാലെ. ഇന്നിപ്പോൾ തിരിച്ചു വരും. 3:30-ക്കാണ് സ്കൂൾ വിടുക. അപ്പോഴേക്ക് ചെന്നിട്ട് പിക്ക് ചെയ്യണം. സാധാരണ വൈഫും കുട്ടിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വെക്കണ പതിവൊന്നുമില്ല. ഞങ്ങൾ 2 പേരും അല്ലേ, അമ്മയും ഞാനും. ഞങ്ങൾ എന്തെങ്കിലും പലഹാരമോ ദോശ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി തട്ടിമുട്ടി അങ്ങനെ ഞങ്ങൾ പോകും. അല്ലെങ്കിൽ ഞാൻ ദോശയാണ് കഴിക്കാറ്. പിന്നെ അമ്മയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പിന്നെ അരി വെക്കാറൊന്നുമില്ല. ഇപ്പോൾ വൈഫൊക്കെ വന്നതിന് ശേഷം പിന്നെ അരി വെക്കാൻ തുടങ്ങും. 2 മണി ആവാറായി. ലഞ്ച് കഴിക്കട്ടെ. ഇന്ന് ഇതാണ് ലഞ്ച്. ദോശ, ഒരു ചെറിയ പഴം, കുറച്ച് കാബേജ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടാട്ട മുളകുണ്ട്. കറിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടാക്കാം, വൈഫ് വന്നതിന് ശേഷം. വേണ്ടിയിട്ട് കറി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. വന്നിട്ടുണ്ടാക്കാം. വൈഫിനെ കൊണ്ടുവരാൻ പോകട്ടെ. വീട് പാതി ഉണരും വൈഫ് എത്തിയാൽ തന്നെ. സ്കൂളിലെത്തി. ഞാൻ നേരത്തെ എത്തി, സ്കൂള് വിട്ടിട്ടുമില്ല. വെയിലുള്ളതുകൊണ്ട് ജെർക്കിൻ എന്തായാലും കൊണ്ടുവന്നു. വെയിൽ കൊണ്ടുപോയിട്ട് ഇനി വാടിക്കരിയണ്ട. 5:30 തിരിച്ചെത്തി. വീട്ടിലാളെത്തി. വീട് ഉണർന്നു. ഇനി ഇവിടെ 10 ആളുള്ള പോലെയാണ്. വീട് ഉണർന്നു ഗൈസ്, വീട് ഉണർന്നു. പകുതി ഉണർന്നു. ഓണയ്ക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചു. വിശക്കണു എന്ന് പറഞ്ഞിട്ട് തിരിച്ചെത്തിയപ്പോഴേക്ക് 5-5:30 മണിയായി. എന്തൊക്കെയുണ്ട് വിശ്രാന്തിയിലെ വിശേഷങ്ങൾ? വിശ്രാന്തിയിൽ എന്താ, കുട്ടി എന്തിനാ പോണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ വരാൻ പുറപ്പെട്ടപ്പോൾ നാളെ പോയാൽ പോരെ, ഇവിടുന്ന് സ്കൂളിലേക്ക് പോയാൽ പോരെന്ന് ചോദിച്ചു. അങ്ങനെ ഇങ്ങനെ ചോദിക്കണ കാരണം പിന്നെയും ചോദിച്ചു, നാളെ നാണെ വിട്ട് പോവല്ലേ അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്ക് ആകെ സങ്കടമായി. നേരത്തെ വരാൻ പുറപ്പെട്ടത് അതങ്ങനെ മാറി. ഇന്നും ലീവ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് പോന്നു. കാണാണ്ടേ എന്തുകൊണ്ടോ കാലിലവിടൊക്കെ എന്തോരം കൊതു. അങ്ങനെയായിട്ട് പോകുന്നു ചുരുക്കം. നാളെ ഗൈസ് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനുള്ള ഒരു ചെറിയ സെലിബ്രേഷൻ പോലെ അത്ര ഒരുപാട് ടീച്ചേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ളതാ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഡിന്നർ പാർട്ടി എന്ന് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ് കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. 5:30-ക്ക് എന്നാണ് പറഞ്ഞത് സ്റ്റാർട്ട്.
അപ്പം ഞങ്ങൾക്ക് സ്കൂൾ 4:30 കഴിയും. ഇപ്പം ഞാൻ ഇവിടെ വന്ന് പിന്നെ പോകേണ്ടത് കഷ്ടമാണ്. അപ്പം അവിടെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്കൂളിൽ. നാളെ അറിയാം. ഒതുക്കി വെക്കൽ മോഡിലാണോ? ആ, എടുത്ത് വെക്കണല്ലോ, നാളെ പോകണ്ടേ. ഈ തുണിക്കടയിൽ പോയിട്ട് തുണിയൊക്കെ അവിടെ ഇങ്ങനെ വലിച്ചു കയറിയിട്ടുണ്ടാവില്ലേ? ഏതാ വേണ്ടത്, ഏത് സാരിയാ വേണ്ടത്, ഏത് ഡ്രസ്സാണ് വേണ്ടത്? ഇതൊന്നും എടുക്കല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസം അവിടെ പോയി നിന്നിട്ട്? ഒന്നും പറഞ്ഞില്ലല്ലോ അഭിപ്രായങ്ങൾ. നന്നായിരുന്നു. കുട്ടി എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. എനിക്ക് ക്ഷീണിച്ചിട്ട് ഞാൻ പോയി കിടക്കുമ്പോൾ അവൾ പിന്നാലെ വന്ന്, അമ്മ നാണ ഇവിടെ ഉണ്ട്, നാണ ഇവിടുന്ന് എഴുതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എന്തൊക്കെയോ എഴുതി കളറടിക്കുക ചെയ്തു എൻ്റെ അടുത്ത്. പിന്നെ ചോറ് ഭക്ഷണം അച്ഛൻ കൊടുക്കാൻ പോകുമ്പോൾ അമ്മ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര അടുപ്പം. എനിക്ക് ഭയങ്കര ഫീലായി. എന്നിട്ട് ഇന്നലെ രാത്രി നാളെ അമ്മ നാണയെ വിട്ട് പോവല്ലേ എന്ന് അവള് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അത് കേട്ടിട്ട്. ഭയങ്കര സങ്കടമായി ഫീലായി. പിന്നെ അങ്ങനത്തെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ AC അതിൻ്റെ റിമോട്ട് എന്തോ ഇതായി തോന്നുന്നുണ്ട്, ഓൺ ആവണില്ല. അപ്പം ഞാൻ ആ ബാറ്ററി ചെയ്തപ്പോൾ അത് അപ്സൈഡ് ഡൗൺ ആയി പോയി തോന്നുന്നുണ്ട്. പിന്നെ അത് ഓൺ ആവണില്ല. പിന്നെ അവിടുന്ന് മറ്റേ റൂമിൽ പോയി കിടന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഫീലിങ്. ഇപ്പൊ അവള് എന്തോ പെയിന്റ് അടിക്കാൻ തോന്നുന്നുണ്ട്, കളർ അടിക്കുക എന്തോ. വീഡിയോ കോൾ ഉണ്ടോ? വെച്ചു വെച്ചു വേഗം. പിന്നെ വിളിക്കാം. അവള് സംസാരിച്ചില്ല. അവള് അമ്മ പറഞ്ഞ് കരയണ്ട വെച്ചിട്ട് അമ്മേനെ വിളിച്ച്. പിന്നെ അവള് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അവള് എന്തോ വരയ്ക്കാണ്, പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെ വിളിക്കായിരിക്കാം. അപ്പോഴേക്കും അതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. ഞാനേ കണ്ടില്ല. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കണ്ടില്ല. വരുമ്പോ തരാം. ശരി, ഞാൻ ഒന്ന് മടക്കി വെക്കട്ടെ പ്ലീസ്. പണിയുണ്ട്. പണിയെടുത്തോളൂ. ആരാ പണി? ഫാന് വേണേ. ഫാൻ ഇല്ലാതെ ഇരിക്കാൻ കഴിയില്ല. സത്യം വയ്യ, വേർത്ത് ഒരു വഴിയാവുന്നുണ്ട്. ഫാൻ വേണം. കരയണ്ട. എന്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാല്, അവൾക്ക് ഈ യൂണിഫോം അടുത്ത വർഷം സെറ്റ് ആവുമോ? അതൊക്കെ നല്ല കോൺഫിഡൻസ് അതൊക്കെ ആവും. 2-3 കൊല്ലം പോവും. അത് അവളെ വയറുമാക്കില്ല ആവും. അതിനെ 2 കൊല്ലയിലും പോവും. ഉറപ്പാ? യൂണിഫോം മാറ്റാതെ തന്നാ മതിയായിരുന്നു. അതെങ്ങനെ മാറുന്നു? അങ്ങനെ മാറുകയാണെങ്കിൽ ഒരു +2 വരേക്ക് മാറ്റണ്ടേ? ഹ്യൂജ് എക്സ്പെൻസ് ആയിരിക്കും. കാരണം ഒരുപാട് പേര് ഓൾറെഡി അത് വാങ്ങി വെച്ചിട്ടുണ്ടാവും. 8ൽ 9 പഠിക്കുന്നവർ. അവർക്ക് 10-ലെത്തുമ്പോഴേക്ക് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോണില്ലല്ലോ. പക്ഷെ ചെറിയ കുട്ടികളാവുമ്പോ അങ്ങനെയല്ലല്ലോ. അവര് പെട്ടെന്ന് വളരും. എടാ, യുദ്ധം നിൽക്കാനുള്ള യാതൊരു ലക്ഷണവും ഇല്ല. ഇറാന്റെ വഴിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ വഴിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയ പെട്രോളിന് വില കൂടും, ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടും, ഗ്യാസിന് വില കൂടും. ടോട്ടലി നമ്മൾ പെടും. പല ആൾക്കാർക്ക് ജോലി പോകും. എല്ലാം ഒരുപാട് ലേയേഴ്സ് നടക്കുന്നു. എന്നാ നമുക്ക് നമ്മുടെ വീഡിയോ എന്ത് ചെയ്യാല്ലേ? വാറന്റ് ആയിട്ടില്ലെങ്കിലും 2 പേർക്കും എൻഡ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. കുട്ടി മിസ്സിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്. അവൾ തന്നെയാണ് ആ വീട്ടിലത്തെ ഹൈലൈറ്റ് തന്നെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.